നീ എന്തിനാ മാധവി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹാദേവനെ പോയി കണ്ട് സഹായം ചോദിക്കാനാണ് നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്യണം. അതിൽ തെറ്റില്ല. മഹാദേവൻ നിന്റെ സഹോദരന്. ആദർശിനൊരു അപകടം വന്നാ അതിൽ നിന്ന് സംരക്ഷിക്കാൻ കടമയുള്ള ആളുമാണ്. അപ്പോ ഞാൻ പോയി കാണാല്ലേ? അതെ. പക്ഷേ അവസാന തീരുമാനം ആദർശിനോട് ചോദിച്ചിട്ടാകണമെന്ന് മാത്രം. മഹി, നീ എങ്ങനെയാ വന്നത്? ഞാൻ ബൈക്ക് വന്നു. നിന്റെ കാർ എവിടെ? കാറ് വിറ്റു. ശ്യാമയ്ക്ക് നല്ലൊരു ജോലി ശരിയാക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല. ശിവാനിക്ക് PG പഠിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോ നല്ലൊരു കോഴ്സ് പുറത്തുപോയി പഠിക്കണമെങ്കിലുള്ള അവസ്ഥ ചേച്ചിക്ക് അറിയാമല്ലോ. അവക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റി വേണേലും ചേർന്നോളാൻ പറ. പൈസ ഞാൻ തരാം. എന്റെ മക്കളെ പോലെ തന്നെയല്ലേ എനിക്ക് അവരും. അതെ, അത് ഞാൻ പറഞ്ഞു. നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ പഠിക്കുന്ന കോഴ്സ് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമില്ലേ അതൊക്കെ? അതെ, അതൊക്കെ സമയമാവുമ്പോൾ നീ പറഞ്ഞാ മതി. ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ശരി ചേച്ചി. അത് ആദർശിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക നീ പറഞ്ഞില്ലല്ലോ. അതിപ്പോ ഈ കേസിൽ നിന്നും പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി ആദർശിനെ പുറത്തിറക്കണം. അതല്ലാതെ വേറെ ഒന്നും നമ്മൾ ആലോചിക്കണ്ട. അതെ, അത് തന്നെയാ നമുക്ക് വേണ്ടത്. അങ്ങനെ ചെയ്യാൻ എന്താ വഴിയെന്നാ ഞാൻ ചോദിച്ചത്. വഴിയൊക്കെ ഉണ്ട്, പക്ഷേ ആദർശ സഹകരിക്കാതെ ഒന്നും നടക്കില്ല ചേച്ചി. ഞാൻ പറയുന്നത് അവൻ അനുസരിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതൊക്കെ നമുക്ക് ആദർശനോട് സംസാരിക്കാം. ഞാൻ പറയുന്നത് അവൻ അനുസരിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അതെന്താ മഹി? ആദർശനെ രക്ഷിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്, പിന്നെ അവനെന്തിനാ എതിർക്കുന്നത്? ചേച്ചി, ഇത് ചെയ്തത് ആദർശല്ലെങ്കിലും അല്പം വളഞ്ഞ വഴി കൂടെ വേണം നമുക്ക് ആദർശിനെ പുറത്തിറക്കാൻ. അല്ലാതെ മീര ശ്രമിക്കും പോലെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ച് അയാളെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് ആദർശനെ രക്ഷിക്കാൻ നിന്നാൽ അതൊരിക്കലും സംഭവിക്കില്ല. ആദർശ് എന്നും ജയിലിൽ തന്നെ കഴിയുകയും ചെയ്യും. വളഞ്ഞു വഴിയെങ്കിൽ വളഞ്ഞു വഴി. ഏത് രീതിയിലായതിൽ നമുക്ക് എന്റെ മോനെ കുഴപ്പമൊന്നുമില്ലാതെ പുറത്തിറക്കി കിട്ടിയാ മതി. ശരി ചേച്ചി, അങ്ങനെ പറയുന്നെങ്കിൽ നമുക്ക് ആദർശിനെ കണ്ട് സംസാരിക്കാം. അവന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനൊരു വഴി നോക്കുമ്പം കാര്യങ്ങളൊക്കെ ഒരു ഫേക്ക് സെറ്റപ്പ് ആയിരിക്കും. അതുകൊണ്ട് മീരയുടെ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തിവെക്കണം. അതെന്താ? ആദർശിനെ നമ്മൾ രക്ഷിക്കുമ്പം നിയമത്തിന് ശിക്ഷിക്കാൻ ഒരു പ്രതിയെ കൊടുക്കണം. കോടതി വെറുതെ ഒരാളെ ശിക്ഷിക്കില്ല. അതുകൊണ്ട് കോടതിക്ക് കൂടി അയാളാണ് പ്രതികളെന്ന് തോന്നുന്ന രീതിയിൽ തെളിവുകൾ ഉണ്ടാക്കണം. മീര അന്വേഷണമായിട്ട് നടന്നാലേ അതൊക്കെ പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചേച്ചിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല, നീ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. ചേച്ചി, അതായത് നമ്മൾ കൊണ്ടുവരുന്ന വാടക പ്രതിക്ക് വേണ്ടി നമ്മൾ കള്ളത്തെളിവുകൾ ഉണ്ടാക്കുമ്പോൾ മീര വേറെ വഴിയിൽ അന്വേഷിച്ച് മറ്റു തെളിവുകളായിട്ട് വരുമ്പോൾ ഇത് കോടതിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൊലക്കുറ്റം അന്വേഷിച്ച് തെളിവ് കണ്ടെത്താൻ ഇവളാര IPS കാര്യോ? അല്ല, മീര അന്വേഷിച്ച് യഥാർത്ഥ തെളിവുകൾ കണ്ടെത്തിയാലും നമുക്ക് ആദർശിനെ രക്ഷപ്പെടുത്താലോ. എന്നാ പിന്നെ മീര അന്വേഷിക്കട്ടെ. എന്റെ പദ്ധതി അങ്ങ് വേണ്ടെന്ന് വെക്കാം. പക്ഷെ ഒരു കാര്യം, നമുക്ക് ആദർശിനെ രക്ഷിക്കണം. അതുമാത്രമേ എന്റെ മുന്നിലുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ മീരയോട് സംസാരിക്കാം. അത് മതി. ആദ്യം ആദർശ് എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. പിന്നെ ചേച്ചി, ഈ വാടക പ്രതിക്ക് നമ്മൾ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. കാരണം അയാളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ജയിലിൽ തന്നെ കിടക്കേണ്ടി വരുന്ന കാര്യമാണ്. പണം എത്ര വേണേലും കൊടുക്കാം. അയാളുടെ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാൻ നല്ലൊരു വക്കീലിനെയും കൊടുക്കാം. അത് മതി. ബാക്കിയെല്ലാം ആദർശിനോട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കാം. ശരി, നമുക്ക് ഉടനെ പോയി ആദർശിനെ കാണാം. ചേച്ചിയല്ലേ, ഞാൻ ബൈക്ക് വരാം. വേണ്ട, നിന്റെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. കാറിൽ കയറ്, വാ.
സൂരജ്, ഇതെന്താ പതിവില്ലാതെ ക്ഷേത്രത്തില്? ഞാൻ മീരയെ കാണാൻ നിന്നതാ. എന്താ സൂരജ്, എന്തു പറ്റി? അത് ഞാനല്ലേ ചോദിക്കേണ്ടത്. മീരയ്ക്ക് എന്തു പറ്റി? എന്തിനാ എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്നത്? ഞാനങ്ങനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതൊന്നുമല്ല. മീര നുണ പറയണ്ട. അത് മീരയ്ക്ക് ശരിയാവാത്ത കാര്യമാണ്. ആദർശേട്ടനെ രക്ഷിക്കുക എന്നത് എൻ്റെ കൂടി കടമയായിട്ടാണ് ഞാൻ കാണുന്നത്. അതാ എല്ലാ കാര്യത്തിനും മീരയോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നത്. അതെനിക്കറിയാം. പക്ഷേ സൂരജിനറിയാലോ, ആദർശനെ കുരുക്കിയവര് നിസ്സാരക്കാരല്ല. അവരെ സൂക്ഷിച്ചേ മതിയാവൂ. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് സൂരജിനെ കൂടി അപകടത്തിലാക്കാൻ എന്റെ മനസ്സ് വന്നില്ല. അതൊന്നും മീര കാര്യമാക്കണ്ട. അത്തരം പേടിയൊന്നും എനിക്കില്ല. അങ്ങനെയല്ല സൂരജ്. ബീനാമ ജീവിക്കുന്നത് സൂരജിനെ മാത്രം പ്രതീക്ഷിച്ച. സൂരജിനൊരു പോറിൽ പറ്റിയാൽ പോലും അത് സഹിക്കാൻ ബീനാമയ്ക്ക് പറ്റില്ല. പക്ഷേ മീരയ്ക്കൊപ്പം എല്ലാത്തിനും കൂടെ നിൽക്കണമെന്ന് നിർബന്ധം പറയുന്നത് അമ്മയാണ്. എന്തിന്? ഇപ്പൊ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പോലും അമ്മയാ. മീരയ്ക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? അമ്മയ്ക്കിപ്പം മീരയെ വലിയ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും മീര അമ്മയുടെ കൂടി മോളല്ലേ. ആ സ്നേഹം കാണാതിരിക്കുവോ? സത്യമാണ് സൂരജി പറയുന്നത്. ബീനാമ അങ്ങനെ പറഞ്ഞോ? സത്യം. ഞാൻ പറയുന്നത് 100% സത്യമാ. ആദർശേട്ടനും സൂരജിനെ കൂടെ നിർത്തണമെന്ന് തന്നെയാ പറയുന്നത്. ഞാനായിട്ട് അത് വേണ്ടാന്ന് കരുതിയത്. കണ്ടോ, ആദർശേട്ടൻ ഇപ്പോൾ എന്നെക്കുറിച്ച് എന്താവും കരുതിയിട്ടുണ്ടാവുക? ഒരു പ്രശ്നം വന്നപ്പോ പെങ്ങളെ സഹായിക്കാത്ത ധൈര്യമില്ലാത്തവനാണെന്ന് ഓർത്തിട്ടുണ്ടാവില്ലേ? അങ്ങനെയൊന്നല്ല സൂരജ്. ഞാനായിട്ടാ സൂരജിനെ കൂട്ടാത്തതെന്ന് തന്നെയാ പറഞ്ഞത്. ഇനി അത് പറ്റില്ല മീര. മീര സമ്മതിച്ചാലും ഇല്ലെങ്കിലും എല്ലാത്തിനും ഇനി മീരയ്ക്കൊപ്പം ഞാനുണ്ടാവും. ഞാൻ മാത്രമല്ല, മീരയെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവരെയും അകറ്റി നിർത്തിയിരിക്കുന്നത് മീരയാ. അതിനി പാടില്ല. ആരുടെ സഹായം സ്വീകരിച്ചിട്ടായാലും നമുക്ക് ആദർശേട്ടനെ രക്ഷിക്കണം. നിരപരാധിയായ ഒരു മനുഷ്യന് കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ കിടക്കുന്നത്. ആ മാനസിക പ്രയാസം നമ്മൾ മനസ്സിലാക്കണം. ആദർശേട്ടനെ രക്ഷിക്കാൻ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നുണ്ട് സൂരജ്. പക്ഷേ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. നമ്മളെ കൊണ്ട് സാധിക്കും മീര. നമ്മൾ ശ്രമിക്കുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടിയല്ലേ? മീര മനസ്സുരുകി പ്രാർത്ഥിച്ച അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ദൈവത്തിന് സാധിക്കില്ല. ആ ഒരു വിശ്വാസമേ എനിക്കുള്ളൂ. തെറ്റ് ചെയ്യാത്തവരെ ഈശ്വരൻ പരീക്ഷിച്ചാലും ശിക്ഷിക്കില്ല. അതെ. അച്ഛൻ എന്റെ കാര്യോർത്ത് വിഷമത്തിലാവുമല്ലേ? ഹരിയച്ചന് നല്ല വിഷമമുണ്ട്. അത് കൂടുതലും മീരയെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. അത് മാത്രമല്ല, ആദർശേട്ടന്റെ വീട്ടില് മീരയ്ക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഹരിയച്ചനെ വേദനിപ്പിക്കുന്നുണ്ട്. വിവാഹത്തോട് താല്പര്യമില്ലാതിരുന്ന മീരയെ അതിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ഹരിയച്ചനല്ലേ? അച്ഛൻ എന്റെ നന്മയല്ലേ ഓർക്കൂ. എന്റെ നന്മയും സന്തോഷം കരുതിയാണ് ഈ വിവാഹം നടത്തിയതെന്നും എനിക്കറിയാം. അതിൽ അച്ഛന് തെറ്റുപറ്റിയിട്ടുമില്ല. 100% ശരിയായ തീരുമാനം തന്നെയായിരുന്നു അച്ഛനെടുത്തത്. ആദർശേട്ടൻ നല്ല ആളാ. എനിക്ക് യോജിച്ച, എന്നെ മനസ്സിലാക്കുന്ന ഭർത്താവുക. പിന്നെ സംഭവിച്ചതല്ലേ എന്റെ വിധി. അത് ഞാൻ അനുഭവിച്ച മതിയാവും. ആദർശേട്ടന്റെ വീട്ടില് ഇപ്പൊ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ അതിനൊന്നും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അതെന്താ പറ്റാത്തത്? ആദർശേട്ടൻ നിരപരാധിയാണ്, അത് ശരിയായിരിക്കാം. പക്ഷെ ആ സംഭവത്തിന്റെ പേരില് അവര് മീര എന്തിനാ ദ്രോഹിക്കുന്നത്? മീര എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ചെല്ലുന്നത് വരെ രാജാവായി കഴിഞ്ഞിരുന്ന ആളല്ലേ അദ്ദേഹം. ഇപ്പൊ സംഭവിക്കുന്ന ഓരോന്നും എന്റെ ജാതകദോഷം കൊണ്ടാണെന്ന് കരുതുന്നതിന് പഴി പറയാൻ പറ്റില്ലല്ലോ. പിന്നെ മീര ഇങ്ങനെ പാവമായതുകൊണ്ടാ എല്ലാവരും ദ്രോഹിക്കുന്നത്. എതിര് പറയേണ്ടടുത്ത് എതിര് പറയണം, അല്ലാതെ മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എല്ലാത്തിനും മീരയ്ക്കൊപ്പം ഞാനും ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് ഈ പ്രശ്നത്തെ അതിജീവിക്കും. ആദർശേട്ടനെ രക്ഷിക്കും. അങ്കിള് പറയുന്നതനുസരിച്ച് ഒരു പരിപാടിക്ക് ഞാൻ തയ്യാറല്ല. അതെന്താ? നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മകി ഇതൊക്കെ ചെയ്യുന്നത്? അമ്മ പറയുന്ന പോലെ നമ്മളെ സഹായിക്കലൊന്നുമല്ല അങ്കിളിന്റെ ഉദ്ദേശം. ആദർശേ, നിന്നെ പുറത്തിറക്കിക്കൊണ്ട് എനിക്ക് വേറെ എന്ത് പ്രയോജനം ഉണ്ടാകാനാ? നീ എൻ്റെ ചേച്ചിയുടെ മകനാ, എൻ്റെ അനന്തരവനാ. നിന്നെ രക്ഷിക്കേണ്ടത് എന്റെയും കടമയല്ലേ? അങ്കിൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാ ഞാൻ. മനസ്സിൽ എന്തൊക്കെ കുരുട്ടുബുദ്ധികൾ ആലോചിച്ച് വെച്ചിട്ടാ എന്നെ സഹായിക്കാനായി ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? ആദർശേ,
നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മേ, അമ്മ ഒന്നും അറിയാതെ സംസാരിക്കരുത്. എന്നെ പിടിച്ചിരിക്കുന്ന ഈ കേസിൽ പോലും അങ്കിളിന് പങ്കുണ്ട്. ഇന്ദുവിനെ അങ്കിളിന് നേരത്തെ അറിയാം. ഇന്ദുവിന്റെ വീട്ടില് അങ്കിള് പലപ്പോഴായിട്ട് പോയിരുന്നില്ലേ? പോയിരുന്നു. അതൊക്കെ കേസിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള പഴുതുകൾ തേടി പോയതാ. ഓഹോ, എന്നിട്ട് എങ്ങനെയാണ് ഇന്ദുവിന്റെ ഡയറിയിൽ അങ്കിളിന്റെ ഫോൺ നമ്പർ വന്നത്? ഫോൺ നമ്പരോ? അതെ അമ്മേ, ഇന്ദുവിന്റെ പേഴ്സണൽ ഡയറിയിൽ അങ്കിളിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അങ്കിൾ ഇന്ദുവിനെ ഫോണിൽ വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു, പക്ഷെ കമ്പനിയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത്. കമ്പനിയിൽ ഇല്ലാത്ത അങ്കിൾ എന്തിനാണ് ഇന്ദുവിനെ ഫോണിൽ വിളിച്ച് കമ്പനിയിലെ കാര്യങ്ങൾ ചോദിക്കുന്നത്? ആദർശേ, ദേവേട്ടന്റെയും ചേച്ചിയുടെയും എന്റെയും വിയർപ്പാ ആ കമ്പനി. അവിടെ ഒരാൾ ജോലിക്ക് വരുമ്പം അയാൾ ആ കമ്പനിക്ക് പറ്റിയ ആളാണെന്ന് ഞാൻ അന്വേഷിക്കും. ഞാനിപ്പോ കമ്പനി ഇല്ലെങ്കിലും അതെന്റെ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. കേൾക്കടാ, ഇതാണ് ആത്മാർത്ഥത. ഇതാണ് പലപ്പോഴും നീ തിരിച്ചറിയാതെ പോകുന്നത്. ഞാൻ അവിടെ പോയ കാര്യവും ഡയറിയിലെ നമ്പറിന്റെ കാര്യവും ഒക്കെ മീര പറഞ്ഞായിരിക്കും നീ അറിഞ്ഞത് അല്ലേ? അല്ല, മീര എന്തിനാ ഇന്ദുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നതെന്ന് ആദർശ് അന്വേഷിച്ചോ? അതെന്തിനാണെന്ന് എനിക്കറിയാം. അവള് നിന്നെ രക്ഷിക്കാനാണോ അതോ നീ ഇനിയും പുറത്തേക്ക് വരാതിരിക്കാനാണോ അവള് ശ്രമിക്കുന്നതെന്ന് ആർക്കറിയാം? ദാ, പെണ്ണിനെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിച്ചവരെല്ലാം അതേ പെണ്ണിന്റെ പേരിൽ കരഞ്ഞിട്ടുണ്ട്. ആരാ അങ്ങനെ കരഞ്ഞത്? അങ്കിള് തന്നെയാണോ? ആണായാലും പെണ്ണായാലും ചതിക്കാൻ മനസ്സുള്ളവർ ചതിക്കും. അതങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാനാണോ പ്ലാൻ? ആദർശേ, നീ നിന്റെ വാശിയൊക്കെ അവസാനിപ്പിക്കും. മഹി നിന്നെ പുറത്തിറക്കും. അതിനുള്ള പ്ലാൻ അവന്റെ കയ്യിലുണ്ട്. ബാക്കിയെല്ലാം നീ പുറത്തിറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം. അതല്ലേ നല്ലത്? അത് വേണ്ടമ്മേ. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ശിക്ഷ അനുഭവിച്ചാലും അങ്കിള് പറയുന്നത് കേൾക്കാൻ ഞാനില്ല. ഈശ്വരൻ നമുക്ക് രക്ഷപ്പെടാൻ അവസരങ്ങൾ തരും. അത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാ. അത് ചെയ്യാതെ വെറുതെ വാശി കാണിച്ചാല് ജീവിതവും സമയവും പാഴായി പോവും. ഞാൻ അതങ്ങ് സഹിച്ചു. എനിക്ക് എൻ്റെ അമ്മയോട് മാത്രമായിട്ടും സംസാരിക്കണമായിരുന്നു. ശരി, ഇതിലും നന്നായിട്ട് ഗെറ്റ് ഔട്ട് പറയാൻ നിനക്ക് ഇവിടെ വെച്ച് പറ്റില്ല. ഞാൻ പോയിക്കോളാം. ശരി ചേച്ചി, ഞാൻ പുറത്ത് നിൽക്കാം. ശരി. എന്താ ആദർശേ? അമ്മേ, സൂരജിന്റെ കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ അമ്മയോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞത്. സൂരജിന്റെ കാര്യോ? അതെ, സൂരജിന് ഓഫീസിലൊരു ജോലി കൊടുക്കണം. ഭാര്യയുടെ റെക്കമെൻഡേഷൻ ആയിരിക്കും അല്ലേ? അല്ല, ഞാനാ ഇത് മീരയോട് പറഞ്ഞത്. അവനെപ്പോഴും എന്തിനും മീരയുടെ കൂടെ നടക്കുമല്ലേ. വെറുതെ ചെലവിന് പണം കൊടുക്കുന്നത് മോശമാ. അതുകൊണ്ട് പേരിന് എന്തെങ്കിലും ഒരു പോസ്റ്റ് കൊടുത്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? നീ നിന്റെ ഭാര്യയും കൂടെ തീരുമാനിച്ചങ്ങ് ചെയ്താ പോരെ? അങ്ങനെയല്ല, അമ്മ വേണം ഇതൊക്കെ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പറയാം. അതുപോരെ? അത് മതി. നീ ഞാൻ പറഞ്ഞത് ശരിക്കൊന്ന് ആലോചിക്ക്. ഞാൻ പിന്നീട് ഒരു ദിവസം വരാം. ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ. നമ്മളെ കൊണ്ടാവുന്ന പോലെയല്ല നമ്മൾ ശ്രമിച്ചില്ലേ? ആദർശ് ഒന്നിന് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന് മനസ്സിലാകാത്ത എന്താ? അവനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. ചേച്ചി, ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ആദർശിന് നമ്മളെക്കാൾ വിശ്വാസം ആ മീരയാ. അതാ നമ്മൾ പറയുന്നൊന്നും അവന്റെ തലയിൽ കയറാത്തത്. ഷോ,
എങ്ങനാ ഇങ്ങനെ ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാൻ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മീര മിടുക്കിയാണെന്ന് മുമ്പ് ചേച്ചി പറഞ്ഞപ്പം അവൾക്ക് ഇത്രത്തോളം മിടുക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അവിടെ മിടുക്കുകൊണ്ട് അവൾ ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ കമ്പനി കയറിപ്പറ്റി. അവിടെ വെറും HR എക്സിക്യൂട്ടീവ് ആയിരുന്നു കൊണ്ട് ആദർശന്റെ മനസ്സിൽ കയറി അവന്റെ ഭാര്യയായി. ഇപ്പൊ കമ്പനിയുടെ പവർ ഓഫ് അറ്റോർണി വരെ അവിടെ കയ്യിലായി. ഇതിനൊക്കെയാ ചേച്ചി മിടുക്കെന്ന് പറയുന്നത്. ചെറിയ കുറച്ച് പാകപ്പിഴകളൊക്കെ എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കാരണം ആ മീര തന്നെ. ഇനിയിപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നമുക്കിനി ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മഹി. മീര ഇപ്പം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ. ആദർശിനെ മീര അവളുടെ രീതിയിലേക്ക് ആക്കിയെടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ പിന്നെ ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്ന വഴികൾ തെളിഞ്ഞു വരും. ശരിയാ. എങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക നീ പറ, അതുപോലെ ഞാൻ ചെയ്യാം. ചേച്ചി, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷവിറക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായില്ല. മീരയെ കൊണ്ട് ആദർശനോട് പറയിക്കണം ജയിലിൽ നിന്നിറങ്ങാൻ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന്. അത് നടക്കുന്ന കാര്യമാണോ? സമയം സന്ദർഭം ഒത്തുവരുമ്പോൾ ചേച്ചി അത് വേണ്ട രീതിയിൽ മീരയോട് പറഞ്ഞാൽ മതി. പിന്നെ ആദർശ് ശിക്ഷിക്കപ്പെടുമെന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയാൽ അവർ രണ്ടുപേരും രക്ഷപ്പെടാൻ എന്തു വഴിയും സ്വീകരിക്കുന്ന നിലയിലേക്കെത്തും. അറിയില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഏതായാലും ജയിലിൽ കിടക്കുമ്പോഴും മീരയുടെ അവളുടെ വീട്ടുകാരുടെയും കാര്യത്തിലാണ് ആദർശിന്റെ ശ്രദ്ധ. മീരയുടെ അനിയൻ സൂരജിന് കമ്പനിയിൽ ജോലി കൊടുക്കുന്ന കാര്യം സംസാരിക്കാനാ എന്നെ ഒറ്റയ്ക്ക് നിർത്തിയത്. അത് കൊള്ളാം. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ ചെറുക്കനും ജോലിയില്ലാത്തതാണോ കുഴപ്പം? എനിക്കറിയില്ല മഹി. ഒരു കല്യാണം കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ മാറുമെന്ന് ആരറിഞ്ഞു? ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഇത്ര നിർബന്ധം പിടിച്ച് അവനെ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. ചേച്ചി എങ്ങനെങ്കിലും മീരയെ കൊണ്ട് തന്നെ ആദർശനോട് സംസാരിപ്പിച്ച് സമ്മതിപ്പിക്കുക. അതാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ശരി മഹി, ഞാൻ അങ്ങനെ ചെയ്യാം. എന്നാ നമുക്ക് പോകാം ചേച്ചി. അല്ല, നിന്നെ ബൈക്കിരിക്കുന്നിടത്ത് ഡ്രോപ്പ് ചെയ്യാം. കേറ്. നമ്മൾ ആദ്യം ഇട്ട എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് അവിടെ ചെലവാക്കിയിരിക്കുന്നത്. വെറുതെ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല വിഘ്നേഷ് ഏട്ടാ. ഇപ്പൊ എനിക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം. സത്യം പറയാലോ, വിഘ്നേഷ് ഏട്ടൻ ശരിക്കും ഒരു പരാജയം തന്നെയാ. വെറുതെ അല്ല ആദർശ് ഓരോന്ന് പറയാറുള്ളത്. വെറുതെ ഇത്രയും നാളും അവനെ കുറ്റം പറഞ്ഞു. വേണ്ട, ഒരു എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ട. ഈ എമൗണ്ട് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാൻ ഞാൻ അക്കൗണ്ട്സിനോട് പറയും. ഓ, എനിക്ക് ഷോപ്പിങ്ങിനുള്ളത് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. ഞാനേ കമ്പനിയുടെ കാര്യത്തിൽ ആദർശിനേക്കാൾ സ്ട്രിക്റ്റ് ആണ്. കോള് കട്ട് ചെയ്തോ. ഇനി ഇക്കാര്യത്തിൽ സംസാരമില്ല. എക്സ്ക്യൂസ് മീ മാം. വരൂ. ആ ബീച്ച് സൈഡിലെ പ്രോജക്ടിന്റെ ആൾക്കാർ ഫോൺ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് മീര മന്ത്രിയെ കണ്ട് സംസാരിച്ച് ശരിയാക്കിയതാണല്ലോ. പിന്നെ ആദർശ് മന്ത്രിയുമായി സംസാരിച്ചതാ. പിന്നെന്താ ഇപ്പോഴും പ്രശ്നം? സംസാരം നടന്നുള്ളത് ശരിയാണ് മാം. പക്ഷെ പ്രോജക്റ്റ് തുടങ്ങാൻ മന്ത്രി നമുക്ക് വീണ്ടും ഓർഡർ തരുമെന്ന് ആദർശ് സാർ പറഞ്ഞതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. റവന്യൂ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോ അങ്ങനെ ഒരു ഓർഡറും കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. ഓ, അങ്ങനെയാണോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ.
ഞാൻ ആ മീരയോടൊന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. അവളവിടെ ഇല്ലേ? മീര മേഡം ആണോ മാഡം? അതെ. ഉണ്ട്. അവൾ എന്തെടുക്കും അവിടെ? മാഡത്തിന്റെ ബ്രദർ വന്നിട്ടുണ്ട്. അവൻ എന്തിനാ എപ്പോഴും ഓഫീസിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്? ശരി, ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടെന്ന് പറയാം. ശരി മാഡം. നമുക്കിറങ്ങാം. മീരെ, നിന്നോട് ഇവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, ഇതൊരു ഓഫീസാണ്, നിങ്ങളുടെ വീടല്ലാന്ന്. കുശലാന്വേഷണമൊക്കെ നടത്താനുള്ള സ്ഥലം ഇതല്ല. ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങായിരുന്നു ചേച്ചി. പുറത്ത് ചുറ്റി നടക്കാനായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഓഫീസിലേക്ക് വരുന്നത്? ആദർശ ഓഫീസ് കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോ വലിയ ഗമയിൽ ഏറ്റെടുത്തതാണല്ലോ. എന്നിട്ട് എന്ത് ഉത്തരവാദിത്വമാണ് നീ കാണിക്കുന്നത്?